ഇവാഞ്ചൽ മിനിസ്ട്രീസ് നിങ്ങൾക്കായി അവതരിപ്പിക്കുന്ന തിരുവചനം. ഇന്ന് നമ്മോട് ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത് സുവിശേഷകൻ ജെയിംസ് എം തോമസ് നെടുമ്പാശ്ശേരി. പ്രാർത്ഥനയോടെ ശ്രദ്ധിച്ചാലും. ഇവാഞ്ചൽ മിനിസ്ട്രീസ് ക്രമീകരിക്കുന്ന തിരുവചനം എന്ന വചന പഠന പരമ്പരയിലേക്ക് ഹാർദമായി അങ്ങേ സ്വാഗതം ചെയ്യുന്നു. ശമൂവേലിന്റെ 1-ാം പുസ്തകത്തെ അധികരിച്ചുള്ള 87-ാമത്തെ എപ്പിസോഡാണ് അങ്ങ് ശ്രദ്ധിക്കുന്നത്. 9-ാം അധ്യായത്തിലൂടെയാണ് നാം ഇപ്പോൾ യാത്ര ചെയ്യുന്നത്. കർത്താവിൻ്റെ നാമത്തിൽ സ്നേഹത്തോടെ തുടർന്നും കേൾക്കുവാൻ അങ്ങേ സ്വാഗതം ചെയ്യുന്നു. 3-ാം വാക്യം വായിച്ചു കേൾപ്പിക്കട്ടെ. ശൗലിൻ്റെ അപ്പനായ കീശിൻ്റെ കഴുതകൾ കാണാതെ പോയിരുന്നു. കീശ് തൻ്റെ മകനായ ശൗലിനോട്, നീ ഒരു ഭൃത്യനെയും കൂട്ടിക്കൊണ്ടു ചെന്ന് കഴുതകളെ അന്വേഷിക്കുക എന്ന് പറഞ്ഞു. ഇവിടെ നമുക്ക് കാണുവാൻ കഴിയുന്നത് ഇസ്രയേലിൻ്റെ രാജാസനമേറുവാൻ പോകുന്ന, ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവാകുവാൻ പോകുന്ന ശൗലിനെ കഴുതകളെ അന്വേഷിപ്പാനായിട്ട് വിടുന്ന ചിത്രമാണ്. എന്നാൽ അവൻ അന്വേഷിച്ചു പോയിട്ട് അവനാൽ കഴുതകൾ കണ്ടുകിട്ടപ്പെട്ടില്ല എന്നുള്ളതും നമുക്ക് കാണുവാൻ കഴിയുന്നുണ്ട്. എന്നാൽ ഒരു പ്രത്യേകമായൊരു കാര്യമാണ് ഞാൻ ഓർമ്മപ്പെടുത്തുവാനായിട്ട് ആഗ്രഹിക്കുന്നത്. ഈ ശൗലിനെ കഴുതകളെ കാണാതെ പോയതിനെ അന്വേഷിപ്പാൻ വിടുന്നു. ഈ കഴുതകൾ കാണാതെ പോയതിന് പിന്നിലും അത് അന്വേഷിപ്പാനായിട്ട് ശൗലിനെ വിട്ടതിന് പിന്നിലും മറ്റൊരു കാരണമുണ്ട് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നു. മാനുഷികമായിട്ട് ആ കാലഘട്ടങ്ങളിൽ മൃഗസമ്പത്ത് എന്ന് പറയുന്നത് വലിയ ഒരു വിഷയം തന്നെയാണ്. ഇവിടെ ഇതാ കാണാതെ പോയ ഈ കഴുതകളെ അന്വേഷിപ്പാൻ അടുത്ത അല്ലെങ്കിൽ ആദ്യത്തെ രാജാവാകേണ്ടുന്നവനെ പറഞ്ഞു വിടുമ്പോൾ ദൈവത്തിന് അതിൻ്റെ പിന്നിൽ മറ്റൊരു പദ്ധതി ഉണ്ടായിരുന്നുവെന്നുള്ളത് 9-ാം അധ്യായം ശമൂവേലിൻ്റെ 1-ാം പുസ്തകം അതിൻ്റെ 15-ാം വാക്യത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്നുണ്ട്. എന്താണത്? ഈ ശൗലിനെ ശമൂവേൽ പ്രവാചകന്റെ അടുക്കലേക്ക് കൊണ്ടെത്തിക്കുക എന്നുള്ള ദൈവികമായ പദ്ധതിയുടെ ഭാഗമായിരുന്നു ഈ കാണാതെ പോയ കഴുതകൾ എന്ന് പറയുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതത്തിൽ ചില നഷ്ടങ്ങൾ സംഭവിക്കുമ്പോൾ, നമ്മുടെ ജീവിതത്തിൽ നാം ചിന്തിക്കാത്ത ചില കാര്യങ്ങൾ ദുഃഖകരമായി വരുമ്പോൾ, അല്ലെങ്കിൽ നാം കൈവിട്ടുപോയി എന്നൊക്കെ ചിന്തിക്കുന്ന പല കാര്യങ്ങൾ ജീവിതത്തിൽ അനുവദിക്കപ്പെടുമ്പോൾ ഓർക്കുക, നമ്മെ എത്തിക്കേണ്ടുന്ന സ്ഥാനത്തേക്ക്, ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക്, ദൈവത്തിൻ്റെ ഉന്നതമായ പദ്ധതിയുടെ നിവർത്തീകരണങ്ങളിലേക്ക്, ദൈവത്തിൻ്റെ മനുഷ്യരുടെ അടുക്കലേക്ക് എത്തിക്കുവാൻ വേണ്ടി സ്വർഗം ക്രമീകരിക്കുന്ന കാര്യങ്ങളാണ്. അതുതന്നെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് സാധിക്കുന്നത്. ഇത് ശൗലിനെ സംബന്ധിച്ച് അജ്ഞാതമായിട്ടുണ്ടായിരുന്നുവെങ്കിലും 15-ാം വാക്യത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവത്തിൻ്റെ പ്രവാചകനായ ശമൂവേലിന് അതൊരു ദിവസം മുൻപേ ദൈവം വെളിപ്പെടുത്തിയിരുന്നു. നോക്കുക, ആ വാക്യമൊന്ന് കേട്ടാട്ടെ. എന്നാൽ ശൗൽ വരുന്നതിന് ഒരു ദിവസം മുൻപേ യഹോവ അത് ശമൂവേലിന് വെളിപ്പെടുത്തി. ഇവിടെ എത്ര വ്യക്തമായിട്ടാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് കാര്യങ്ങൾ കാണിച്ചു തരുന്നത്. ദൈവം തൻ്റെ പ്രവാചകനായ ശമൂവേലിന് ശൗലിനെക്കുറിച്ചും അവൻ്റെ മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ചുമെല്ലാം വ്യക്തമാക്കി കൊടുക്കുന്നത് ദൈവത്തിൻ്റെ പദ്ധതി ആയിരുന്നുവെന്നുള്ളത് മനസ്സിലാക്കുവാൻ കഴിയുന്ന കാര്യങ്ങളാണ്. നമുക്കാണ് കാര്യങ്ങളുടെ മുന്നോട്ടുള്ള പോക്ക് അജ്ഞാതമായിട്ടുള്ളത്. എന്നാൽ സർവജ്ഞാനിയായ ദൈവത്തിന് നമ്മുടെ ജീവിതങ്ങളിൽ വരുന്നതും ഇനി വരാൻ പോകുന്നതും കഴിഞ്ഞുപോയതുമായ സകല കാര്യങ്ങളെക്കുറിച്ചും അവിടുത്തേക്ക് എല്ലാ അറിവുമുണ്ട്. അവിടുന്ന് അറിയാതെ നമ്മുടെ തലയിലെ ഒരു രോമം പോലും താഴെ പോകുന്നില്ല എന്നുള്ളത് നമ്മുടെ ധൈര്യത്തിനായിട്ട്, ഉറപ്പിനായിട്ട് ഓർമ്മപ്പെടുത്തുവാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഈ കാണാതായ കഴുതകളെ കൊണ്ട് കീശിന് നഷ്ടമുണ്ടായോ? അതും ദൈവം തന്നെ ക്രമീകരിക്കുന്നത് കാണുവാൻ കഴിയുന്നു. 20-ാം വാക്യം ശ്രദ്ധിക്കുക. 3 ദിവസം മുൻപേ
കാണാതെ പോയ കഴുതുകളെക്കുറിച്ച് ചിന്തിക്കേണ്ട, അവയെ കണ്ട് കിട്ടിയിരിക്കുന്നു. ഇവിടെ വളരെ വ്യക്തമായി കാര്യം പറഞ്ഞിട്ട് മറ്റൊരു വിഷയത്തിലേക്ക് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ശൗലിൻ്റെ ശ്രദ്ധ കൊണ്ടുവരികയാണ്. 20-ാം വാക്യത്തിൻ്റെ 2-ാം ഭാഗത്തിലേക്ക് വരുമ്പോൾ, എന്നാൽ ഇസ്രയേലിൻ്റെ ആഗ്രഹമൊക്കെയും ആരുടെ മേൽ? നിന്റെ മേലും നിന്റെ സർവ്വ പിതൃഭവനത്തിന്മേലും അല്ലയോ എന്ന് പറഞ്ഞു. ഇവിടെ വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ ജനമായ ഇസ്രയേലിൻ്റെ പ്രതീക്ഷയായി ദൈവജനമായ ഇസ്രയേലിനെ നയിക്കേണ്ടതിന് രാജാസനത്തിലേക്ക് എത്തിക്കുന്ന ശൗലിനെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ പദ്ധതിയാണ് അനാവരണം ചെയ്യപ്പെടുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ക്രിസ്തീയ ജീവിതങ്ങളിൽ നമ്മെ ഉറപ്പിക്കേണ്ടതും ധൈര്യപ്പെടുത്തേണ്ടതും കൂടുതൽ കർത്താവിൽ ആശ്രയിക്കേണ്ടതുമായ വിഷയത്തിലേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന പല നഷ്ടങ്ങൾ അഥവാ നാം അങ്ങനെ ചിന്തിക്കുന്ന കാര്യങ്ങൾ ദൈവത്തിന് തൻ്റെ ജനത്തിൻ്റെ മധ്യത്തിൽ നിർത്തേണ്ടതിനും ദൈവജനത്തിൻ്റെ മധ്യത്തിൽ നാം നിവർത്തിക്കേണ്ടതുമായ അനേക ശുശ്രൂഷകളിലേക്ക്, അനുഗ്രഹങ്ങളിലേക്ക്, ഉന്നതമായ സ്ഥാനങ്ങളിലേക്ക് നമ്മെ എത്തിക്കുന്നതിനുള്ള വഴികളാണ്, ചവിട്ടുപടികളാണ് എന്ന് കാണാനായിട്ട് കഴിയും. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ജീവിതങ്ങളിൽ ഈ ചിന്ത നമ്മളെ ധൈര്യപ്പെടുത്തണം. ശൗലേ, അങ്ങയ്ക്ക് നഷ്ടപ്പെട്ടത് അപ്പൻ്റെ കഴുതുകളെയാ, എന്നാൽ പിന്നീട് ദൈവം അതിനും പരിഹാരം വരുത്തുകയുണ്ടായി. എന്നാൽ നിന്നെക്കുറിച്ച് ഇതല്ല ദൈവം ആഗ്രഹിക്കുന്നത്. കഴുതുകളെ നോക്കി അന്വേഷിച്ച് കാലം കഴിക്കേണ്ടവനല്ല നീ, മറിച്ച് നിന്നെക്കുറിച്ച് ദൈവം ആഗ്രഹിക്കുന്നത് ഇസ്രയേലിൻ്റെ ആദ്യത്തെ രാജാവായി ദൈവജനത്തെ പരിപാലിക്കുക, അവരെ ഭരിക്കുക, അവരെ മേയ്ക്കുക, അവരുടെ മുൻപിൽ നടക്കുക എന്നുള്ള ദൈവത്തിൻ്റെ വലിയ പദ്ധതിയാണ്. നമുക്ക് ഏൽപ്പിച്ചു കൊടുക്കാനായിട്ട് കഴിയുമോ? കർത്താവെ, അങ്ങൻ്റെ ജീവിതത്തിൽ അനുവദിച്ചിട്ടുള്ള പല കാര്യങ്ങളും ഞാൻ പെറുപെറുപ്പോടെയാണ് കണ്ടത്, ഞാൻ സങ്കടത്തോടെയാണ് കണ്ടത്. അത് മനസ്സിലാക്കുവാൻ കഴിയാതെ ഞാൻ പലപ്പോഴും പതറിപ്പോയിട്ടുണ്ട്. എന്നാൽ ഇപ്പോൾ ഞാൻ ഒന്ന് മനസ്സിലാക്കുന്നു, എൻ്റെ ജീവിതത്തിൽ ഞാൻ വെറുതെ അലഞ്ഞു തിരിയേണ്ടവനല്ല, അങ്ങയുടെ ഹിതം എൻ്റെ ജീവിതത്തിൽ നിവർത്തിക്കേണ്ടവനാ, അങ്ങയുടെ ജനത്തിൻ്റെ മധ്യേ ഞാൻ നിൽക്കേണ്ടവനാ. അതുകൊണ്ട് എന്നെ തന്നെ അവിടുത്തെ ഹിതത്തിന് വിട്ടുതരുന്നുവെന്ന് പ്രാർത്ഥിപ്പാൻ എത്ര പേർക്ക് മനസ്സുണ്ട്? അതിനായിട്ട് സ്വർഗം അങ്ങേ അനുഗ്രഹിക്കട്ടെ. ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. ഈ സന്ദേശം ശ്രദ്ധിച്ച എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്തൃനാമത്തിൽ നന്ദി. ബൈബിൾ കറസ്പോണ്ടൻസ് കോഴ്സിൽ ചേർന്ന് പഠിക്കുവാൻ ആഗ്രഹിക്കുന്നവർ മേൽവിലാസം അയച്ചു തന്നാലും പ്രാർത്ഥനാ വിഷയങ്ങളും അറിയിക്കുമല്ലോ.